കാൽ പൊട്ടിയില്ല. എന്താ പറ്റി മമ്മതേ? മമ്മു എന്റെ കാൽ പൊട്ടി. കാല് പൊട്ടിയാ? എവിടെ നോക്കട്ടെ. ഇത് ചെറുതായിട്ടാ പൊട്ടിയിട്ടുള്ളൂ. അതെ അതെ. എടാ മമ്മതേ, നീ എന്നാ റെസ്റ്റ് ചെയ്യ്, ഇനി കളിക്കണ്ട. ഞാൻ റെസ്റ്റ് ചെയ്യാം മമ്മു. എന്നും പിടിച്ചേ. നീ കാലൊന്ന് കഴുകിട്ട് വാ. ഞാൻ വീട്ടിൽ പോയി കാല് കഴുകിയിട്ട് എന്തെങ്കിലും കെട്ടിയിട്ട് ഗ്രൗണ്ടിലോട്ട് തിരിച്ചു വരാട്ടാ. എടാ ഞങ്ങള് വീട്ടിൽ കൊണ്ടൊന്ന് ആക്കണോ? വേണ്ട മമ്മു, ഞാൻ വീട്ടിൽ പോയിക്കോളാം. എന്നാ ശരി. ഞാൻ വിളിക്കാം. ശരി. മമ്മേൻ്റെ കാലിനെന്താ പറ്റിയത്? അത് ഗ്രൗണ്ടിലൊന്നും വീണതാ വാപ്പി. വീണ? ഒരുപാട് പൊട്ടിയുണ്ടോ മമ്മതേ? ഇല്ല, കുറച്ച് പൊട്ടിയുള്ളൂ. ഇത് ചെറിയൊരു തൊലിയാ പോയിട്ടുള്ളൂ. അത് സാരല്ല. മോനൊരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയിട്ടേ ഉമ്മയുടെ അടുത്ത് ഇച്ചിരി മരുന്ന് വെച്ച് കെട്ടിത്തരാൻ പറ കേട്ടാ. ഞാൻ വീട്ടിലേക്ക് വാപ്പി പോകുന്നത്. വാപ്പി ഒരാളെ നോക്കിക്കാർന്ന്. മോനെ വാപ്പി വീട്ടിൽ കൊന്നാക്കണോ? വേണ്ട വാപ്പി, ഞാൻ തന്നെ പോയിക്കോളാം. അന്ന് മോൻ പൊക്കോന്ന്. നിന്റെ കാലിന് എന്താടാ പറ്റിയത്? അത് ഗ്രൗണ്ടിൽ നിന്ന് വീണതാ ഉമ്മി. ഗ്രൗണ്ടിൽ വീണതാ? നിന്നോട് ഇവിടെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞതില്ല. പഠിക്കായിരുന്നെങ്കിൽ ഇപ്പം വീഴേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? നിനക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആരുണ്ടല്ലോ നോക്കാനായിട്ട്? നിന്നെ ഞാൻ ശരിയാക്കി തരാം കേട്ടോ. എന്തൊക്കെയാ? നീ വീട്ടിലുണ്ടോ അതോ പുറത്താണോ? ഇല്ല, ഞാൻ വീട്ടിലുണ്ട്. അതെ, ഞാൻ വിളിച്ചതേ, ഉള്ള ഗ്രൗണ്ടിൽ നിന്ന് വീണിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തൊലി പോയിട്ടുണ്ട്. അപ്പം നീ അവനെ ചീത്ത പറയാനോ വഴക്ക് പറയാനോ ഒന്നും നിൽക്കണ്ട കേട്ടാ. അവൻ പേടിച്ചാണ് വന്നത്. അപ്പം അവൻ്റെ കാലൊന്ന് കഴുകിയിട്ടേ എന്തെങ്കിലും ഒരു മരുന്ന് വെച്ച് കെട്ടി കൊടുക്ക് കേട്ടാ. എന്നാ ശരി. എന്നാ ശരി. എന്നാ മൈലഞ്ച് കളയണ്ട, വൈകിട്ട് തലേ. ആരും ഉമ്മി വിളിച്ചേ? അത് വാപ്പിയാണ്. ബാ, മരുന്ന് വെച്ച് കെട്ടിത്തരാം.